എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. ഓ ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. ഓ സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്നാനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. പ്രൈസ് ദി ലോർഡ്. ദി ഷെപ്പേർഡ്സ് ഹാർട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുന്ന ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 10-27 വാക്യം. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിലാണ് നാം 67 തവണ ഭയപ്പെടേണ്ട എന്നുള്ള വചനം വിശുദ്ധ തിരുവെഴുത്തിൽ കാണുന്നത്. ഇവിടെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അശൂർ രാജാവ് ഇസ്രായേൽ ജനത്തിന്മേൽ കെട്ടിവെച്ചിരുന്ന നുകം, ഭാരമേറിയ നുകം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുന്നു, ജനത്തിലെ എളിയവരുടെ അവകാശം മറിച്ചു കളയുന്നു, വിധവമാരെ കൊള്ളയടിക്കുന്നു, അനാഥരെ തനിക്ക് ഇരയാക്കുന്നു. അങ്ങനെ പലവിധമായ സാഹചര്യങ്ങളിലൂടെ അശൂർ രാജാവ് ഇസ്രായേൽ ജനത്തെ നുകം അവരുടെ കഴുത്തിന്മേൽ കെട്ടി ഭാരമേറിയ പ്രയാസത്തിലൂടെ ജനം കടന്നു പോകുന്ന അനുഭവത്തിൽ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ജനത്തോട് പറയുകയാണ്. 26-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ ഞാൻ എൻ്റെ ചാമ്പട്ടി പോക്കും, അന്നാളിൽ നിങ്ങളുടെ ചുമട് നീങ്ങിപ്പോവാനും നുകം അഴിഞ്ഞു മാറുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏതെങ്കിലും ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെ നമുക്ക് വഹിക്കാൻ പറ്റാത്ത നുകം താണ്ടി നാം നടക്കുന്നുവെങ്കിൽ ഇന്ന് വാക്കാലം ഈ ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക് ദൈവത്തിന് നമ്മെ സഹായിപ്പാൻ കഴിയും. ഇവിടെ പറയുന്നു, ഇസ്രായേൽ ജനം അവരാകുന്ന നോക്കിയിട്ട് അവർക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുന്നില്ല. ഒന്നിനു മുകളിൽ ഒന്നായി ഭാരങ്ങൾ കുവിഞ്ഞുകൂടി അവർ പ്രയാസപ്പെടുകയാണ്, ഭാരപ്പെടുകയാണ്. എന്നാൽ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു, ദൈവമായിട്ട് തന്നെ അവരുടെ ആ നുകം അഴിച്ചു മാറ്റും. അതിന് കർത്താവിൻ്റെ കരം അവർക്ക് അനുകൂലമായി നീട്ടും എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കിയാൽ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന്, ശാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ നുഖങ്ങളുടെ മധ്യയും എല്ലാ ബന്ധനത്തിൻ്റെ മധ്യയും വിടുതൽ തരുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവകരങ്ങളെ നമ്മൾ സമർപ്പിച്ചാൽ ഇന്ന് പകൽക്കാലം ഈ നുഖം മാറി വിടുതൽ പ്രാപിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. പുഷ്ടി നിമിത്തം നുഖം തകരും. ഈ പുഷ്ടി എന്നുള്ളതിനെ NIV-ലൊക്കെ നമ്മൾ വായിക്കുന്നത് ഫാറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. The yoke will be broken because you have grown so fat. നമ്മൾ കുറേ വണ്ണം വെച്ചുകൊണ്ടോ ശക്തി പ്രാപിച്ചുകൊണ്ടോ ഒന്നും പൈശാചികമായ മണ്ഡലങ്ങളിൽ നിന്നുള്ള കെട്ടുകളൊന്നും അഴിയാൻ പറ്റത്തില്ല. അതിനൊക്കെ മാറണമെങ്കിൽ ദൈവം വേണം, ദൈവത്തിൻ്റെ ആത്മാവ് വേണം. അവിടെ നമ്മൾ വായിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ഇനിയും അടിമതുങ്കത്തിൽ കുടുങ്ങരുത്. അപ്പം കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം എല്ലാ നുഖങ്ങളിൽ നിന്നുള്ള വിടുതൽ നമുക്ക് തരും. പിന്നെ നാം തെറ്റുകളിൽ ചെന്ന് പെട്ടിട്ട് ഈ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, ആശ്രയത്തിൽ, അഭിഷേകത്തിൻ്റെ നിറവിൽ മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അനോയിന്റിങ് ഓഫ് ഹോളി സ്പിരിറ്റ്, അതാണ് നമ്മുടെ നുഖത്തെ തകർക്കുന്നത്. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജനത്തെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നുള്ളവരുടെ എൻ്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക, എൻ്റെ നുഖം ഏറ്റെടുത്തുകൊള്ളുവീന്ന് അരുളി ചെയ്ത കർത്താവെ, മൃദുവായ ലഘുവായ അങ്ങയുടെ നുഖം ഏറ്റെടുത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നിന്റെ മക്കളെ ഇന്ന് പകൽക്കാലം സഹായിച്ചാട്ടെ. മകത്തം കർത്താവ് എടുത്താട് പ്രാർത്ഥന എടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.